ഹലോ എവരിബഡി, ഞാൻ ഡോക്ടർ സുശാന്ത് വൈ.എസ്, LLM ഹോസ്പിറ്റൽ കിടങ്ങൂരിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡയറ്റ് പ്ലസ് സം ടിപ്സ് ഫോർ വെയ്റ്റ് ലോസ് അതിനെ പറ്റിയാണ്. അപ്പോൾ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഇന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. പലർക്കും അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ നമ്മൾ പണ്ടത്തെ നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ പോലെ നമ്മളധികം ആക്റ്റീവായിരിക്കുന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം എക്സസൈസൊക്കെ എടുക്കാൻ നമുക്ക് അത്രയും സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഡയറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ലൈഫ് സ്റ്റൈൽ വെച്ച് ആക്ച്വലി നമ്മൾ ഇപ്പോൾ കൺവെൻഷനലി നമ്മൾ 3 മീൽസ് ആണല്ലോ കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പോൾ ആക്ച്വലി നമുക്ക് 3 മീൽസിൻ്റെ ആവശ്യമില്ല. 2 മീൽസ് എ ഡേ ഈസ് ആക്ച്വലി ഇനഫ് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട്. പക്ഷേ അതിലേത് മീൽ സ്കിപ്പ് ചെയ്യുന്നുള്ളത് കാര്യം ചോദിച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ. ആക്ച്വലി മീൽ സ്കിപ്പ് ചെയ്യണമെന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് ഈ മീൽസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡ്യൂറേഷൻ അത് നമുക്ക് കൂട്ടാൻ പറ്റും. അതിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 മീൽസ് കഴിക്കുന്നതിനിടയിലുള്ള ഒരു സമയം ശരിക്കും കൂട്ടുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം അത് ബൂസ്റ്റ് ചെയ്യും. ഈ ഫാറ്റ് ബേണിംഗ് കൂടും. അപ്പോൾ ഫാറ്റ് ബേൺ കൂടുമ്പോൾ ആക്ച്വലി വെയ്റ്റ് ലോസ് കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന മീൽ ദിവസത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീലാണ്. അത് നമ്മൾ കഴിയുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സാധാരണ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ കേരളത്തിൽ നമ്മുടെ കൺവെൻഷണൽ ലഞ്ച് ഈസ് റൈസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അത് മിസ്റ്റേക്ക് എന്നല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ കുറേ ചോറ് എടുക്കുന്നു, സൈഡിൽ കുറച്ച് കറികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഒരുപാട് കൂടുന്നു. അപ്പോൾ അത് ഫാറ്റ് ഡെപ്പോസിഷനായിട്ട് അങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് ജനറലി കൂടുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരുപാട് ചോറും കുറച്ച് കറി എടുക്കുന്നതിന് പകരം ഒരല്പം ചോറ് എടുക്കുക. എന്നിട്ട് ആ ചോറ് മൂടുന്നതനുസരിച്ച് നമുക്ക് കറികൾ ഒഴിക്കുക. കുറേ കറികൾ ഒരല്പം ചോറ്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഒരുപാട് കുറയ്ക്കാം. പിന്നെയുള്ള കാര്യം, നമ്മൾ ഈ 11 മണി 4 മണി എന്നീ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ ചായ, പലഹാരം എന്നിവ പലരും കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി അവോയ്ഡബിൾ മീൽസാണ്. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ലഞ്ച് വരെ നമ്മൾ നമ്മുടെ ഇടയ്ക്കൊന്നും കഴിക്കാതെ സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. വെള്ളം കുടിക്കാം, കുഴപ്പമില്ല. പക്ഷേ അന്നസറി ആയിട്ടുള്ള ചായ, കോഫി, സ്നാക്സ്, ഫ്രൈഡ് സ്നാക്സ് ഇതൊക്കെ കഴിയുന്ന അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഡിന്നർ നമ്മളെപ്പോഴും ലൈറ്റായിട്ട് കഴിക്കാൻ നോക്കുക. വളരെ ലഘുവായിട്ട് തന്നെ കഴിച്ചാൽ മതി. പിന്നെ സാലഡ്സ് കൂടുതൽ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക. പിന്നെ നമ്മുടെ ഡിന്നർ എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ കൺവെൻഷനലായിട്ട് നമ്മൾ കഴിക്കുന്നത് 7:30, 8 മണി. ചിലരുടെ ലൈഫ് സ്റ്റൈൽ പ്ലസ് വർക്ക് ടൈം അങ്ങനെ ആയിരിക്കാം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഇഫ് പോസിബിൾ ആണെങ്കിൽ ഒരു ഏർലി ഡിന്നർ കഴിക്കുക. ഒരു 6:30, 7:30 നമ്മുടെ ഡിന്നർ കഴിക്കാൻ നോക്കുക. അപ്പോൾ 7:30 ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നീടൊന്നും കഴിക്കരുത്. പിന്നീട് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 8:30, 9 വരെ നമുക്ക് പുഷ് ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് ആക്ച്വലി ഈസ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. അഗെയിൻ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഡിന്നർ ഒരു 6:00 കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9:30, 10 മണിക്ക് നമുക്കത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഈവൻ ബെറ്റർ. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ശരിക്കും വെയിറ്റ് ലോസുള്ള ഒരു നല്ല ഉപാധിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇത്രയും ഡ്യൂറേഷൻ പോസിബിൾ ആയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുക, ചോറ് കഴിക്കുന്ന എമൗണ്ട് കുറയ്ക്കുക, കൂടുതൽ വെജിറ്റബിൾസ്, കൂടുതൽ സാലഡ്സ് കഴിക്കുക, ഇടയ്ക്കുള്ള മീൽസ് ഒഴിവാക്കുക, സ്നാക്സ്, ചായ, അന്നസറിയായിട്ടുള്ള ചായ കുടിക്കൽ ഇതൊക്കെ നമ്മൾ കുറയ്ക്കുക. പിന്നെ രാത്രി ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനോടുള്ള സമയം നമ്മൾ ശരിക്കും ഒരു 12 hours അറ്റ്ലീസ്റ്റ് സമയം കൊടുക്കുക. പിന്നെ ആക്റ്റീവായിരിക്കുക. ഡെയിലി ഒരു 1 hour നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ്, ഓടുക, ഇതൊക്കെ ചെയ്യാൻ, എന്തെങ്കിലും ബാഡ്മിൻ്റൺ കളിക്കുക, എന്തെങ്കിലും ഒരു സ്പോർട്ട് എടുക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ ആക്ച്വലി ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. പിന്നെ പലരും വേറൊരു കാര്യം പറയാനുള്ളത്, പലരും വാക്കിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കൺവെൻഷനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു 10,000 സ്റ്റെപ്സ് ഡെയിലി നമുക്ക് വാക്ക് ചെയ്യാമെങ്കിൽ അതൊരു വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 10,000 സ്റ്റെപ്സ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വെയിറ്റ് ലോസിന് വലിയ ഒരു വ്യത്യാസം വരില്ല. ഇപ്പോൾ ഒരു ഓവർ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു 10,000 സ്റ്റെപ്സ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് വെയിറ്റ് കുറയും. പക്ഷേ 10,000 സ്റ്റെപ്സ് ജനറലി മെയിൻറ്റെയിൻസ് ദ വെയിറ്റ്. അത് വെയിറ്റ് കുറയ്ക്കില്ല. നമ്മൾ ആക്ച്വലി വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഒരു 15,000, 20,000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ ഡെയിലി നടന്നാലേ നമ്മുടെ വെയിറ്റ് കുറയുകയുള്ളൂ. അപ്പോൾ വാക്കിംഗ് ആരും ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുക. 10,000 സ്റ്റെപ്സ് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. പക്ഷേ വെയിറ്റ് ലോസാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഹാവ് എ ഹെൽത്തി ഡയറ്റ്, ഗിവ് എ ലോട്ട് ഓഫ് ടൈം ബിറ്റ്വീൻ മീൽസ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇത്രയും ചെയ്യാമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഹെൽത്ത് ഈസ് വെൽത്ത്, ഓൾവേസ് റിമെമ്പർ. താങ്ക് യു.